ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ചെയ്ത തെറ്റുകൾക്കെല്ലാം പാറു വിശാലിനോട് ക്ഷമ പറയുമ്പോൾ വിശാൽ പറയുകയാണ്, പാർവതി, ഞാൻ അന്ന് നിന്നെ തെറ്റിദ്ധരിച്ചത് തന്നെയാ. നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ഉദ്ദേശമുണ്ടാകുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്താണെങ്കിലും എനിക്ക് നിന്നെ ഒരു തരത്തിലും സംശയമില്ലെന്നും വിശാൽ പറയുമ്പോൾ പാറുവിന് സന്തോഷമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് എന്തൊക്കെയോ ആലോചിക്കുന്ന പാറുവിനെയാണ്. അതേസമയം മണിക്കുട്ടൻ അങ്ങോട്ടേക്ക് വന്ന്, എന്താ പാറു നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ മണിക്കുട്ട, വിശാൽ സാറ് ശേഖര മുത്തശ്ശനെ വെടിവെക്കാനായി തോക്ക് കൊണ്ടുപോയെന്ന് ഞാൻ ആകെ പറഞ്ഞത് പ്രഭാവതി അമ്മയോട് മാത്രമാണ്. പക്ഷേ പോലീസ് എങ്ങനെ അക്കാര്യം അറിഞ്ഞ് അവിടെ വന്നു? ഗാർഗിയും എൻ്റെ ഒപ്പം തന്നെയല്ലേ ഉണ്ടായിരുന്നതെന്ന് പാറു പറയുമ്പോൾ മണിക്കുട്ടൻ പറയുകയാണ്, അത് പ്രഭാവതി അമ്മ തന്നെയായിരിക്കും വിളിച്ചു പറഞ്ഞത്. പിന്നെ മണിക്കുട്ട, ആ അജ്ഞാതൻ മുത്തശ്ശനെ വെടിവെച്ചത് അതാരാണെന്നും അറിയില്ല. എൻ്റെ പാറു, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ പ്രഭാവതി അമ്മ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല മണിക്കുട്ട, പ്രഭാവതി അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പാറു ചോദിക്കുന്നു. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. നീയൊന്ന് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നിനക്കും മനസ്സിലാകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. നിന്റെ ബുദ്ധി ഒന്ന് പ്രയോഗിച്ചിട്ട് വിശാൽ സാറിൻ്റെ ശത്രുക്കളെയെല്ലാം പുറത്തു ചാടിക്കാൻ നോക്ക്. എനിക്ക് മനസ്സിലായി മണിക്കുട്ട, വിശാൽ സാറിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണോ അവർ തന്നെയാകും ഗായത്രി അമ്മയുടെ മരണത്തിന് പിന്നിലും. ശേഖര മുത്തശ്ശന് രഹസ്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടാണല്ലോ അവര് ശേഖര മുത്തശ്ശനെയും കൊല്ലാൻ ശ്രമിച്ചത്. എന്താണെങ്കിലും എല്ലാ ശത്രുക്കളെയും ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് പാറു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പാർവതിയുടെ ബുദ്ധി കുറച്ച് കണ്ടതാ എനിക്ക് പറ്റിയ അബദ്ധം. അവള് ലളിതേച്ചെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുമെന്ന് ഞാൻ കരുതിയതേയില്ല. ചേച്ചി അങ്ങനെയൊന്നും നിരാശപ്പെടേണ്ട. ചേച്ചി ചുമ്മാതൊന്നുമല്ലല്ലോ ആ കമ്മീഷണർക്ക് 10 ലക്ഷം രൂപ കൊടുത്തത്. അയാൾ തന്നെ എന്തെങ്കിലും വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തോളും. പക്ഷേ എടാ, ലളിതേച്ചി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള ആ വക്കീലുണ്ടല്ലോ, അവര് ഏത് വിധേനയും വിശാലിനെ പുറത്തിറക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. എൻ്റെ ചേച്ചി കമ്മീഷണറിനെ വിളിച്ച് കൂടുതൽ പണം കൊടുക്ക്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നോളും. കേസ് സ്ട്രോങ് ആക്കാൻ ഞാൻ അയാളെ വിളിച്ചു പറയാം. പക്ഷേ ആ ശേഖരനൊന്ന് മരിച്ചിരുന്നെങ്കിൽ കേസ് തനിയെ സ്ട്രോങ് ആയേനെ. അതിനൊന്നും ചേച്ചി വിഷമിക്കേണ്ട. അയാളെ ഞാൻ തന്നെ കൊന്നോളാം. എന്നിട്ട് വിശാലിൻ്റെ തലയിൽ അത് കെട്ടിവെക്കുകയും ചെയ്യാം. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു ആ മാജിക് ബോക്സ് എടുത്ത് കയ്യിൽ പിടിച്ചതിന് ശേഷം അത് തുറന്നു വെക്കുകയാണ്. അങ്ങനെ അതിൽ നിന്നും ഗായത്രിയുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കുന്നു. അതേസമയം ഈ പാട്ട് കേട്ട് അസ്വസ്ഥയായി അങ്ങോട്ടേക്ക് വരികയാണ് പ്രഭാവതി. പ്രഭാവതി ദേഷ്യത്തോടെ ആ മാജിക് ബോക്സ് അടച്ചു വെക്കുന്നു. ഇതൊക്കെ കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് പാറു. തുടർന്ന് പ്രഭാവതി പുറത്തേക്ക് പോകുമ്പോൾ പാറുവും പ്രഭാവതിയുടെ പിന്നാലെ പോവുകയാണ്. എന്താ അമ്മേ, ആകെ ഒരു അസ്വസ്ഥത പോലെ, എന്തു പറ്റിയെന്ന് പാറു ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പ്രഭാവതി പറയുന്നു. തുടർന്ന് മാജിക് ബോക്സ് എടുത്ത് നീട്ടിയിട്ട് പാറു ചോദിക്കുകയാണ്, അല്ല, ഈ പെട്ടി കണ്ടിട്ടാണോ അമ്മയ്ക്കൊരു അങ്കലാപ്പ്? ബോക്സ് കണ്ടിട്ടൊന്നുമല്ല ഞാൻ ടെൻഷനായത്. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് പാറു ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിശാൽ വരുന്നു. തുടർന്ന് കളം മാറ്റി ചവിട്ടുകയാണ് പ്രഭാവതി. അത് വിശാലിനെ കുറിച്ച് ഓർത്തിട്ടാ മോളെ എനിക്ക് വിഷമം. ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ മകന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേ, അതിനെക്കുറിച്ച് ഓർത്തുള്ള വിഷമമാണ് എനിക്ക്. മോന് എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വിശാൽ പറയുന്നു. അമ്മ എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കുക. ശേഖരന് ഒന്നും പറ്റില്ല. എനിക്ക് ഈ കേസിൽ നിന്നും എത്രയും പെട്ടെന്ന് തലയൂരാനും സാധിക്കുമെന്ന് വിശാൽ പറയുമ്പോൾ പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പ്രഭാവതി പോയതിനു ശേഷം വിശാൽ പാറുവിൻ്റെ കയ്യിൽ നിന്നും ആ മാജിക് ബോക്സ് വാങ്ങുകയാണ്. എന്നിട്ട് അതിലേക്ക് നോക്കി നിൽക്കുകയാണ് വിശാൽ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. പ്രതാപൻ വേഷം മാറി ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ്. അതേസമയം ഒരു ഡോക്ടർ പ്രതാപൻ്റെ അടുത്തേക്ക് ചെന്ന് ആരാണെന്ന് ചോദിക്കുമ്പോൾ പുതിയതായി ജോയിൻ ചെയ്ത ഡോക്ടറാണെന്നും സണ്ണി എന്നാണ് പേരെന്നും പ്രതാപൻ കള്ളം പറയുന്നു. ഇനി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അയാളുടെ കാര്യം എത്രയും പെട്ടെന്ന് തീർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ICUവിലേക്ക് കയറുമ്പോൾ അവിടെ ബെഡ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. തുടർന്ന് ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുമ്പോൾ സിസ്റ്ററിനോട് ശേഖറിനെ പറ്റി ചോദിക്കുകയാണ് പ്രതാപൻ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നാ തോന്നുന്നത്. ആരാ ചെയ്തതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ലെന്ന് സിസ്റ്റർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു വിശാലിനെ വിളിച്ചിട്ട് പറയുകയാണ്, വിശാൽ സാർ, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്കൊന്ന് ലക്ഷ്മിപുരം വരെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അതേസമയം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ല പാർവതി, അതെൻ്റെ അമ്മയുടെ നാടാണല്ലോ, ഇപ്പോൾ എന്താ അവിടെ പോകാനൊരാഗ്രഹം? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വിശാൽ സാർ. അമ്മ ജീവിച്ച നാടും പരിസരവും ഒക്കെ തന്നെ അറിയാനെന്ന് തോന്നി, അത്ര തന്നെ. ഞാനും അങ്ങോട്ടേക്കൊക്കെ പോകണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നെന്ന് വിശാൽ പറയുമ്പോൾ
എങ്കിൽ നമുക്ക് നാളെ പോയാലോ എന്ന് പാറു ചോദിക്കുന്നു. അതിനെന്താ, നാളെ തന്നെ പോകാമെന്ന് വിശാലും പറയുന്നു. തുടർന്ന് പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, പാർവതി എന്തിനാകും ഗായത്രിയുടെ നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ്. എന്തൊക്കെ അടവുകൾ പയറ്റിയിട്ടും വിപിൻ സാറിനെ അളക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പല്ലവി പറയുകയാണ്. ഇനി ഈ പൂവൊക്കെ വെച്ചിട്ട് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തലയിലുണ്ടായിരുന്ന പൂ തറയിലേക്ക് വലിച്ചെറിയുകയാണ് പല്ലവി. അതേസമയം പാറു ഇത് കണ്ടുകൊണ്ട് വരികയും പല്ലവിയോട് അതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാൻ പറയുകയും ചെയ്യുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനേ ഈ വീട്ടിലെ മരുമകളാ, അല്ലാതെ വേലക്കാരിയൊന്നുമല്ലെന്ന് പല്ലവി പറയുമ്പോൾ വന്ന വഴി മറക്കരുതെന്നും മര്യാദയ്ക്കത് ചെയ്യാനും പാറു പറയുന്നു. ഇത് കേൾക്കുന്ന പല്ലവി ദേഷ്യത്തോടെ പാറുവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.